ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിശദീകരിച്ച് എല്ലാ കുറ്റപത്രവും പറയാവുന്നതുകൊണ്ടാണ്. ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ. അത് ശബരിമല ഭക്തരെ മാത്രമല്ല, മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു. കാരണം രണ്ട് മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ട് മുതിർന്ന നേതാക്കൾ, രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണ്ണ ഗവർണറിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാ CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു ഗവൺമെന്റ്. തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. BJP അതിൽ നിന്ന് ഒളിച്ചോടി. ഇവർ തമ്മിലുള്ള അവിഹിതമായ ബന്ധം കൊണ്ടാണ് BJP അതിൽ നിന്ന് ഒളിച്ചോടിയത്. ശബരിമല വിഷയം അവര് ഉയർത്താൻ, ശബരിമല ഒരു വിഷയമല്ലെന്നാണ് BJP നേതാക്കൾ പറഞ്ഞത്. ഒരു വിഷയമല്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ വിഷയമാണെന്ന്. വിഷയമായും ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞു. ആ വിഷയത്തെ സൈലന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു. അതുകൊണ്ടാണ് ഞാൻ SIT-യുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. ഇലക്ഷൻ വരെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റോടെ മാറ്റി വയ്ക്കാൻ വേണ്ടി. കാരണം ഇലക്ഷനിൽ വീണ്ടും ആ വിഷയം വരരുത് എന്ന് കരുതി. അത് നമ്മൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഞങ്ങൾ ഇതുവരെ SIT-യുടെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. കാരണം അവർ കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ തന്നെ വലിയ സമ്മർദ്ദം കോടതി ശ്രദ്ധിക്കും. കോടതി അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. അപ്പൊ നമുക്ക് ആ ഘട്ടത്തിൽ പറയാം. തീർച്ചയായും സർക്കാർ വികസനം പറയുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ ക്ഷേമ പ്രഖ്യാപനത്തിലാണ്. അതുകൊണ്ട് മാത്രം ജനങ്ങളെ വോട്ടെടുക്കാൻ പറ്റുന്നത് അതങ്ങനെയല്ല. അതിന്റെ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളോട്. ഉദാഹരണത്തിന് 2021 പറഞ്ഞു 1600 രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2500 ആക്കുന്നു. അപ്പൊ 900 രൂപ കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അവർ വോട്ട് ചെയ്തു. പക്ഷെ അവർ 4 കൊല്ലം 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പൊ കബളിപ്പിക്കാണ് ചെയ്തത് ജനങ്ങളെ. 4 കൊല്ലം ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ 900 രൂപ കൂട്ടുന്നവർക്ക് ഒറ്റ പൈസ കൂട്ടിയില്ല. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് തലയാഴ്ച 400 രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലോ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, ഒരു കളിയാക്കുന്നത് ചെയ്യുന്നത്. ഇത് ഇലക്ഷന്റെ തലയാഴ്ച അതുവരെ എവിടെയാണ് ഇവർ ജനങ്ങളെ പറ്റി മറന്നുപോയത്? ഇലക്ഷൻ വരും, ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ വരും, അത് കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി ഇലക്ഷൻ വരും എന്ന് ഓർത്തപ്പോഴാണ് ഇവർ ജനങ്ങളെ ചിന്തിച്ചത്. അവരിവിടുത്തെ വാക്കിനെ പറ്റി അവരാലോചിച്ചത്. വലിയ പ്രശ്നം. അത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പൊ എന്തിനാ പ്രഖ്യാപിച്ച് 4 കൊല്ലം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് മലയാളികളെ.